അപ്പോൾ എൻ്റെ ഇന്നത്തെ നടത്തമൊക്കെ കഴിഞ്ഞ് പോവാട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ഞാനിവിടെ മാൻ്റെ ഇതൊക്കെ പറഞ്ഞപ്പോൾ സൗണ്ട് കുറവായിരുന്നു എന്ന് എനിക്കും തോന്നിയിരുന്നു. പിന്നെ നിങ്ങളും വീഡിയോയിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീയ കുറച്ചുകൂടി ഒച്ചത്തിൽ പറയണമെന്നുള്ളത്. പക്ഷെ നമ്മൾ മാന് വന്ന് നിൽക്കുമ്പോഴുണ്ടല്ലോ പതുക്കെ പറയാം. പിന്നെ എനിക്ക് തോന്നുന്നു ചില സമയത്ത് ഞാൻ അത്രയ്ക്കാണ്ട് ശ്രദ്ധിക്കില്ല. വീഡിയോ പിടിക്കാന്നുള്ള ചിലപ്പോൾ ശ്രദ്ധ ഉണ്ടാവില്ല. ചിലപ്പോൾ ആ കാണുന്ന സാധനത്തിൻ്റെ കൂടെ അങ്ങോട്ട് പോകും. അപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ സൗണ്ട് കുറഞ്ഞു വരുന്നുണ്ടാവും. ഇനി തുടങ്ങി ശ്രദ്ധിക്കുക. ഇന്ന് ഞാനിപ്പോൾ നല്ല ഉറക്കേന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് മാനെ കണ്ടില്ല കേട്ടോ. ഞാൻ തിരിച്ചു പോവാണ്. ഞാൻ വേറെ വഴി കൂടെ തിരിച്ചു പോകുന്നത്. ചിലപ്പോൾ ആ വഴിയിലങ്ങനെ മാനുണ്ടോ എന്ന് നോക്കാം. നേരത്തെ ഇതിൽ ഒരാളങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ വേറെ ആരെയും അങ്ങനെ കണ്ടില്ല ഇവിടെ അങ്ങനെ അധികം ആൾക്കാരങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് വരില്ല. ഇതിനുള്ളിലുള്ള വഴി കേട്ടോ ട്രെയിൽ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. വേറെ ഇതിൻ്റെ ഈ പാർക്കിൻ്റെ ചുറ്റോറും ഒരു ട്രെയിലുണ്ട്. അതും ഈ കാടിൻ്റെ ചുറ്റോറും. അതുകൂടെ കൂടുതൽ ആൾക്കാർ നടക്കാം. എന്നാലും ആൾക്കാർ ഇതിൽ എനിക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ആൾക്കാരുണ്ടാവും. എന്നാലും ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല. രാവിലെ ചിലപ്പോൾ 1-2 പേരൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. ഒരു അമ്മച്ചി ഒരു പട്ടീനെയും കൊണ്ട് ചില ദിവസങ്ങൾ കാണാറുണ്ട്. ഇന്ന് വേറൊരാളിതിൽ അങ്ങോട്ട് നടന്നു പോകുന്നത് കണ്ടിരുന്നു. ഞാനപ്പോൾ വേറെ സൈഡിലായിരുന്നു. അപ്പോൾ അത് നടന്നു പോകുന്നത് കണ്ടിരുന്നു. നല്ല ചെറിയൊരു കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ. രാവിലത്തെ നടത്തം പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് ചെറുതായിട്ട് കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഒരു ബുഷ് പോലെ നിൽക്കണ നോക്കിക്ക്. അതിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ മാനൊക്കെ മഴ പെയ്യുമ്പോൾ പോയി ഇരിക്കുന്നത്. ഈ രാവിലെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ്. പിന്നെ ഇതേപോലെ ഇങ്ങനെ ഈ കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കുമ്പോഴുണ്ടല്ലോ നല്ല സൈലൻ്റ് ആണല്ലോ. പിന്നെ നല്ല വെതറും ചെറിയ തണുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴുണ്ടല്ലോ നല്ല സുഖം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. എന്തെങ്കിലും ഒരു ദിവസം മഴയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം. പിന്നെ നമുക്ക് എപ്പോഴും അങ്ങനെ വരാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. കാരണം ഇവിടെ വിൻ്ററൊക്കെ ആകുമ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ സമ്മറെന്ന് വെച്ചാൽ നമുക്ക് ആയിക്കൂടി 4-5-6 മാസം വരെ വരാട്ടെ നമുക്ക്. പിന്നെ അങ്ങോട്ട് ഇടയ്ക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ സ്നോ ഒക്കെ പിന്നെ ഇടയ്ക്ക് നമുക്ക് അങ്ങനെ വരാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഭയങ്കര ഫ്രീസിങ് ഒക്കെ വരുമ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. ഒരു മരം നോക്കിയേ, ഒരു മരത്തിൻ്റെ അടുത്തേക്ക് ചാടി. പക്ഷെ നമ്മൾ വിചാരിക്കും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ഭംഗിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലായിരുന്നാലും ഇതേപോലെ ഫോറസ്റ്റ് ഏരിയയിലേക്ക് പോകുമ്പോൾ എന്ത് രസമാണ്. ഞങ്ങളന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നില്ലേ, നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ടായിരുന്നില്ലേ. എവിടെ പോയത്? മലക്കപ്പാറ വഴി അങ്ങോട്ട് പോയപ്പോഴുണ്ടല്ലോ അവിടുത്തെ ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ട്. അവിടുത്തെ മരങ്ങളൊക്കെ എന്ത് വലിയ മരങ്ങളാണ്. ഇവിടെയും വലിയ മരങ്ങളുള്ള കാടൊക്കെ ഉണ്ട് കേട്ടോ. റെഡ് വുഡിൻ്റെ ഒരു വലിയൊരു ഫോറസ്റ്റൊക്കെ ഉണ്ട് കാലിഫോർണിയയിൽ. അവിടുത്തെ മരങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര രസമായിട്ടാണ്. നല്ല നമ്മുടെ നാടൊക്കെ ഇരുന്നാലും നല്ല നമ്മൾ ആ ഏരിയയിലേക്ക് അധികം പോയിട്ടുണ്ടാവില്ല. ആ പോകുമ്പോഴേക്ക് നല്ല രസമാണ് നമ്മുടെ നാട് കാണാനായിട്ട്. നമ്മുടെ നാട്ടിലായിരുന്നാലും ഇങ്ങനെ കാട്ടിൽ കൂടെ നമുക്ക് പിന്നെ അധികം അതിന് നടക്കാനുള്ള ഇതൊന്നും ഇല്ലല്ലോ. ഇവിടെ ആകുമ്പോൾ നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലമുണ്ട്. ഇവിടെ ഇങ്ങനത്തെ എന്തോരം സ്ഥലങ്ങളാണെന്നറിയാം. മരങ്ങളൊക്കെ വേണ്ടത് ഒടിഞ്ഞൊക്കെ ഇതിങ്ങ് എടുക്കുന്നുണ്ട്. അതൊന്നും എന്തായിരുന്നാലും മാനയൊന്നും കാണില്ല. ഓക്കെ, ഞാൻ ക്യാമറ പോയിട്ട് അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് വലിയ മരങ്ങൾ വീണെടുക്കണ്ടേ. ഇങ്ങോട്ടേക്ക് അങ്ങനെ വരാറില്ല. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നല്ല വേറൊരു വ്യൂ ഉണ്ട് കേട്ടോ. എന്നിട്ട് കുറേ നല്ല ഭംഗി ഉണ്ടാവും. ചെറിയ ഇടവഴി അങ്ങോട്ട് പോകുമ്പോഴേ. പിന്നെ അങ്ങോട്ടേക്ക് പോയില്ലെങ്കിൽ ഗോൾഫ് ക്ലബ്ബ്. അലീന എന്താ പരിപാടി? കത്തി കയ്യിൽ പിടിച്ചിരിക്കണ്ടല്ലോ. ചിക്കൻ കട്ട് ചെയ്യുന്ന എന്തിനാ? ഫ്രൈഡ് റൈസ്. ആരാ? അലീന സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് അല്ലേ? മമ്മിയുടെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്. അപ്പൊ എന്നിട്ടാ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചേനെ? ചിക്കൻ. അത് ചിക്കൻ എന്ത് ചിക്കനാ? ഫ്രഷ് ചിക്കൻ അല്ലല്ലോ അത്. ചിക്കൻ ലോലിപോപ്പ്. ഇത് നമ്മള് ചിക്കൻ ലോലിപോപ്പ് അവിടെ നിന്ന് കിട്ടിയത് നമുക്ക്. നമ്മള് ഇന്നലെ ഉണ്ടാക്കിയത് അല്ലേ? ഉണ്ടാക്കിയിട്ട് എന്ത് പറ്റി?
ഇതാക്കിയിട്ട് ഭയങ്കര വലിയ പീസായിരുന്നു അല്ലേ? ഇന്നലത്തെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം വലിയ പീസായതിന് ആർക്കും അത്രയ്ക്ക് ഇഷ്ടമായില്ല അല്ലേ? ടേസ്റ്റ് ഉണ്ടായിരുന്നു. വലിയ പീസാകുമ്പോൾ നമുക്കത് കാണുമ്പോൾ അത്ര കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര ഇഷ്ടമുണ്ടായില്ല. പപ്പയ്ക്ക് ഇന്ന് കൊണ്ടുപോയി കൊടുത്തിട്ട് എന്ത് പറഞ്ഞു പപ്പ? ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. പപ്പയ്ക്ക് ഞങ്ങൾ ഇത് ഇന്ന് നമ്മൾ കൊണ്ടുപോയി ചൂടൊക്കെ ആക്കിയിട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോൾസേട്ടന് ഇഷ്ടമായില്ല. പോൾസേട്ടൻ പറഞ്ഞു ഇത്രയ്ക്ക് പപ്പ എന്നിട്ട് പറഞ്ഞു ഇത്ര വലിയ പീസ് കാണുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നില്ല എന്നല്ലേ? അത് തന്നെ പപ്പ പറഞ്ഞ് ഇത് കട്ടൊക്കെ ചെയ്തിട്ട് അതേനെ ഇതാണ് നമ്മുടെ ചിക്കൻ ലോലിപ്പോപ്പ്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഭയങ്കര വലിയ പീസായിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചു അത് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അല്ലേ? അപ്പോൾ അലീന കട്ട് ചെയ്യില്ലേ? ഓക്കെ, അത് വേഗം കട്ട് ചെയ്യും. ചെറിയതായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. എനിക്ക് വേണം ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് അല്ലേ? അത് നമ്മൾ ഗ്രില്ല് ചെയ്ത് എടുത്തുകൊണ്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. എല്ലാം മീറ്റും എടുത്തോ. അതിന് ബോണെടുക്കണ്ട കേട്ടാ. പിന്നെ എൻ്റെ സ്കിന്നൊന്നുമില്ല, സ്കിന്നൊക്കെ നമ്മൾ മാറ്റിക്കളഞ്ഞതാണ്. അത് ഇന്നലെ മമ്മി ഇത് ലോലിപ്പോപ്പ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ പണി പെട്ടു. അത് ഈ ചിക്കൻ ലെഗുമേന്നേ ലോലിപ്പോപ്പിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടേ കുറേ ലെഗ് പീസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സാധാരണ വാങ്ങുമ്പോൾ ചെറുതായിരുന്നു നമുക്ക് കിട്ടാറുള്ളത്. ഇവിടെ പക്ഷേ നാട്ടിൽ പക്ഷേ കുറച്ചുകൂടി ചെറുത് കിട്ടും. ഇവിടെ പക്ഷെ നമ്മൾ മറ്റേ ചിക്കൻ വിങ്സിൻ്റെ വാങ്ങാറില്ലേ, അതിൻ്റെ കൂടെ വരും നമുക്ക്. കണ്ടിട്ടില്ലേ? അലീന കട്ടിങ്ങിൻ്റെ അതിനകത്ത് ശ്രദ്ധയിലാണ്. കാരണം കത്തിക്ക് നല്ല മൂർച്ചയുണ്ടേ. നീ തന്ന മൂർച്ച കത്തിയണത് നല്ല മൂർച്ചയില്ലേ? കത്തി നല്ല കത്തിയാ. കഴിഞ്ഞ ദിവസം പപ്പ എടുത്തിട്ടുണ്ടായിരുന്നു മദേഴ്സ് ഡേക്ക്. പപ്പ ബീഫ് ചില്ലി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അന്ന് പപ്പ ഈ കത്തി എടുത്തിട്ട് കട്ട് ചെയ്തത്. നല്ല കട്ടിയുണ്ടല്ലോ കത്തിക്ക്. പിന്നെ നല്ല വീതിയുണ്ട്. മമ്മിക്ക് നല്ല ഇഷ്ടമായത്. മമ്മി ഇപ്പം എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും അതങ്ങനെ വെച്ചിട്ട് കട്ടാവില്ല എന്ന് തോന്നിട്ടോ അത്. പക്ഷെ അത് നോക്കി കട്ട് ചെയ്യണം. ഈ പറഞ്ഞോണ്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിലേ കൈമ അങ്ങനെ കൊണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ അത് മേടിക്കും. നീ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ടോ? പിന്നെ എന്നിട്ട് ഉണ്ടാക്കാറ് എന്ത് മീറ്റാ? ഫ്രഷ് മീറ്റ് വാങ്ങിച്ചിട്ടുണ്ടാക്കാം. ഫ്രോസൺ ഷിമ്പ് വാങ്ങിച്ചിട്ട് എന്നിട്ടുണ്ടാക്കാം. സൂപ്പിൽ എന്തൊക്കെയാ? ഷിമ്പ്, പിന്നെ അതിനകത്ത് അതിന് സൂപ്പിന് ബ്രോത്തിന് എന്താ ചെയ്യാ? ബ്രോത്തോടെ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ തന്നെ ഇട്ട് ചിക്കൻ സ്റ്റോക്കിൽ റെഡിയാക്കും അല്ലേ? സോയാ സോസ് ഒഴിക്കും. ഓക്കെ ഓക്കെ. എന്നിട്ട് നീ തന്നെ കഴിക്കുക? ആർക്കെങ്കിലും കൊടുക്കോ? നീ തന്നെ കഴിക്കുക. എന്താ ആർക്കും കൊടുക്കാത്ത? അല്ല, ആരും ഉണ്ടാവില്ലെന്നാണല്ലോ. നിങ്ങൾ ഓരോരുത്തരും ഓരോ സമയത്തൊക്കെ ആയിരിക്കും ക്ലാസ് അല്ലേ? അത്രയ്ക്ക് ഞാൻ ഇഷ്ടം ഉണ്ടാവില്ല. നൂഡിൽസ് ഇടാറുണ്ട് ഇടയ്ക്ക് അതിനകത്ത്. ചിക്കൻ സ്റ്റോക്കിൽ റെഡി ആയിട്ട് വരാൻ വേണ്ടിട്ടാ നൂഡിൽസാ? നൂഡിൽസ് വെള്ളത്തിൽ വെക്കേണ്ട ആവശ്യമില്ലേ? ചിക്കൻ സ്റ്റോക്കിലിട്ടാൽ പെട്ടെന്ന് വേവില്ലേ? ഓക്കെ 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 ഓക്കെ. ഓക്കെ. നിങ്ങൾക്ക് വൈകിട്ട് ക്ലാസ് രാത്രിയൊക്കെ ഉണ്ട് തോന്നല്ലേ ക്ലാസ്? 9 വരെ. ഞാനിവിടെ നേരത്തെ കിടക്കാം. അപ്പം ഞാൻ വിളിക്കുമ്പോൾ ചിലപ്പോൾ അനിയന് പറയും ഞാൻ ക്ലാസ്സിൽ വിൻ്ററൊക്കെ ആകുമ്പോൾ അല്ലേ? വിൻ്ററൊക്കെ ആകുമ്പോൾ ഇവിടെ ശരിക്കും 4:30 ആകുമ്പോൾ നേരെ ഇരുട്ടാവും. അപ്പോൾ നമ്മൾ 6 മണിയാകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ചിട്ട് 8 മണിയാകുമ്പോഴേക്കും ഞാൻ ഉറങ്ങാൻ കയറും. ഞാൻ വിളിക്കുമ്പോൾ അല്ലിന് പറയും ഞാൻ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അമ്മ പപ്പേൻ്റെ അടുത്തോടെ എപ്പോഴും ഇരുന്നിട്ട് പറയേ ദൈവമേ ഞാൻ അവിടെ മടിക്കാണ്ടിരുന്ന് നന്നായി. അല്ലെങ്കിൽ എൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ക്ലാസ്സിനൊന്നും പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഏത് ക്ലാസ് വേണ്ടത്? ഓക്കെ ഓക്കെ. ആൻറ്റി 9 മണിയുടെ ക്ലാസ് എത്ര മണിയാകുമ്പോൾ കഴിയുക? 9 മണിക്ക് ക്ലാസ് കഴിയും അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ 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 ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈറ്റ് ഉണ്ടോ ക്ലാസ്? ഓക്കെ ഓക്കെ. അല്ല, ഈ 9 മണിയുടെ ക്ലാസ് ഉണ്ട് നിങ്ങളുടെ കോളേജിലെ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്. അത് കഴിഞ്ഞിട്ടും പിന്നെ വേറെ ലൈറ്റ് ടൈമിൽ പിന്നെ അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ അലീന എപ്പോഴും ഫുഡ് വീട്ടിലുണ്ടാക്കി കഴിക്കില്ലാന്ന് തോന്നുന്നു അല്ലേ? അപ്പം എന്തായി ചിക്കൻ കട്ടിങ് കഴിഞ്ഞാ? ഒരു കാല കട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ.
എന്നാൽ വേഗം കട്ട് ചെയ്യും. മമ്മിക്ക് അപ്പോഴേക്കും മമ്മി ഇവിടെ വേറെ ചോറിന് 2-3 കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് എന്താ പരിപാടി? നമ്മളിത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാളിൽ പോകുന്നുണ്ട്. അതൊക്കെ കുഴപ്പമില്ലടി. സ്മെല്ല്, ചിക്കൻ്റെ സ്മെല്ല് ചെയ്താൽ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ സ്മെല്ലാകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. ഇത് നമ്മൾ ഗ്രില്ല് ചെയ്ത് ചിക്കനുണ്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അത്രയ്ക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നും. അപ്പോൾ ഇതൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇന്ന് മാളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അപ്പം വേഗം കട്ട് ചെയ്യും. അലീന ഇന്ന് ഗ്ലാസ് ആയിട്ട് വെച്ചേക്കുന്നത്. അലീന സാധാരണ ലെൻസ് വെക്കാറുണ്ട് അല്ലേ? ലെൻസ് വെക്കുന്ന ഗ്ലാസ് വെക്കുന്നത് കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക്? എനിക്ക് വ്യത്യാസമില്ല. ആ ദിവസം നോക്കിയിട്ട് ലെൻസ് വെക്കും. കുറച്ച് സമയം ഗ്ലാസസ് വെക്കും. എന്തായി കട്ടിങ്? ചെറുതെല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്യും. നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് ഇത് വേണം. റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഏത് റൈസ് ഉപയോഗിക്കാറ്? എല്ലാ റൈസ് എടുക്കും. യൂഷ്വലി ബസ്മതി റൈസ്, വൈറ്റ് റൈസ്, ബ്രൗൺ റൈസ് ഒക്കെ ഇഷ്ടം. ബ്രൗൺ റൈസ് വേവാൻ കുറച്ച് സമയം. റൈസ് കുക്കർ ഉണ്ട്. റൈസ് കുക്കറിലാക്കിയിട്ട് നീ റൈസ് മട്ട വഴി ഉണ്ടാക്കാൻ അത്ര അറിയില്ല. ഓഹോ, ഇതിനകത്താകുമ്പോൾ പിന്നെ കറക്റ്റ് ഇട്ടുണ്ടെങ്കിൽ അടിയിലൊന്നും പിടിക്കില്ല അല്ലേ? നോക്കേണ്ട ആവശ്യമില്ല. നോക്കേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ പിന്നെ തിളച്ച് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. കുറച്ചുകൂടി ചെറുതാക്കി കട്ട് ചെയ്തോ. ഫ്രൈഡ് റൈസിലിടുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. കഴിച്ച് നോക്കിയൊക്കെ ടേസ്റ്റ് ഉണ്ടോന്ന്. ടേസ്റ്റ് ഉണ്ടോ? ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും റൈസൊക്കെ ഉണ്ടാക്കണ്ടേ, എടുക്കാനും എളുപ്പമാണ്. പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ അധികം തീരെ ഫാറ്റൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റിൽ കിട്ടും നമുക്ക്. ഇത് നിന്റെ സൂപ്പിലേക്ക് ഇടാൻ എടുക്കാം. ഇല്ല, ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിന്റെ കാലില്ല, ഇതിന്റെ പീസ് എന്തല്ലേ കാല് നോക്കി. നമ്മള് കോഴി എടുത്ത് വെച്ചു. ഇത് കണ്ട പപ്പ പറയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കോഴീനെ എടുത്ത് വെച്ചാൽ പോലെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിന്റെ ഭയങ്കര വലിയ കോഴിയായിരുന്നു. ഇത് ഇത്ര വലിയ കാല് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോഴിയത്. നമ്മുടെ ഹസ്ബൻഡ് പുറത്താന്നുണ്ടല്ലോ. ഹസ്ബൻഡ് ഇപ്പൊ സമ്മർ തുടങ്ങിയ പിന്നെ എപ്പോഴും പുറത്ത് തന്നെ കേട്ടാ. ആള് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഓടി വരും അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഓടി വരും, ഭക്ഷണം കഴിക്കും, അത് കഴിഞ്ഞ് കഴിയുമ്പോ ആള് പോകും. അവന് സമ്മർ ആകുമ്പോ ആൾക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ വേറെ അകലേക്കൊന്നും പോകില്ല അല്ലേ? എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. മിക്കപ്പോഴും ഇവിടെ ഈ ഡെക്കുമ്പേക്ക് ഉണ്ടാവും. അവിടെ ചൂടാക്കി കൊണ്ട് അത് എടുത്ത് വെച്ചോ. വണ്ടിയുടെ ഉള്ളിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ച് സാധനങ്ങളുണ്ട് അല്ലേ? സാധനങ്ങളൊക്കെ വേഗം പോയിട്ട് കൊടുത്തു. അപ്പൊ അമ്മ ഓക്കെ, അമ്മ ഫ്രൈഡ് റൈസ് ഉണ്ടായി കഴിഞ്ഞപ്പോ തന്നെ വിളിക്കാം. ഇത് ഇനിയിപ്പോ കോഴിക്ക് കാല് കൊടുക്കാൻ പറ്റും. കോഴിയെ നമ്മൾ കാല് കണ്ടിട്ട് വരുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഞാനിവിടെ റോസ്റ്റഡ് സെസ്മി ഓയിലിലായിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാക്കണേ. അപ്പോൾ ഇവിടെ റോസ്റ്റഡ് സെസ്മി ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് സവോളയും പിന്നെ വെളുത്തുള്ളി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്ത് കേട്ടെ. ഇത് ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത് നമ്മുടെ മഞ്ഞ സവോള ഉണ്ടല്ലോ, ആ സവോളയും എടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്തേക്കണ മുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ബീൻസും പിന്നെ ക്യാരറ്റും ഉണ്ടല്ലോ, അത് കൂടിയിട്ട് ചേർക്കാണ്. അലീന നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് മുടി വയ്ക്കണില്ല കേട്ടോ. സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾസ് അങ്ങനെ മുടി വയ്ക്കില്ലല്ലോ. ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വരട്ടെ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാക്കാനുള്ള റൈസ് ഇതാ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനിവിടെ വേവിച്ചെടുത്തേക്കണ റൈസ് ഉണ്ടല്ലോ, ജാസ്മിൻ റൈസ് ആട്ടോ എടുത്തേക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാം. അപ്പോൾ നമ്മുടെ ആസ്മിൻ കൂട്ടം എന്താ അവിടെ വെയിലത്ത് പോയി കിടക്കുന്നത് കേട്ടോ കാണുന്നത്. അവിടെ അലീനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്ന് കാണിക്കുന്നതാണ് കാണുന്നത്. അവിടെ കിടക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമുണ്ട്. കാരണം ഇത്രയും നാൾ ഭയങ്കര തണുപ്പായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് വരുമ്പോഴേ ആ മരത്തുമ്മ കിടക്കുമ്പോൾ നല്ല ചൂട് കിട്ടുന്നുണ്ട്. അതിൻ്റെ ഡാൻസിങ്ങാണ്. ഇത്ര നേരം വരെ അനങ്ങാണ്ട് കിടക്കായിരുന്നു.
അലീന ചെന്ന് കഴിഞ്ഞപ്പോൾ ഡാൻസ് കളിയാണ് കാണുന്നത്. ചത്തുപോയ ജീവനുണ്ടോ? അപ്പൊ ഈ അടുത്തത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ നമ്മുടെ ചിക്കൻ ചേർക്കട്ടെ. ഇനിയിപ്പോൾ ഇതിലേക്ക് പിന്നെ എക്സ്ട്രാ ഇനിയിപ്പോൾ വേറെ സോസൊന്നും ചേർക്കണില്ല കേട്ടോ. പിന്നെ സോസൊക്കെ ആയിരുന്നാലും ഒരുപാട് അതിനെ കഴിക്കുന്നത് നല്ലതല്ലല്ലോ. പിന്നെ ഇന്നലെ ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സോസിൽ നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടവർക്ക് അറിയായിരിക്കും. നല്ല ഒരുപാട് വലിയ സോസൊന്നും ഇല്ല. ഇതിപ്പോൾ നമുക്കിങ്ങനെ ഡെയിലി ആയിട്ടുള്ള നമ്മുടെ ഒരു ഫുഡായിട്ടുള്ളത് നമ്മളിങ്ങനെ കഴിക്കേണ്ടത്. ഇന്നിപ്പോൾ നമുക്കൊരു ലഞ്ചിന് കഴിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് വലിയ സോസൊന്നും വെച്ച് ഉണ്ടാക്കാണ്ടിരിക്കുന്നുണ്ടല്ലോ നല്ലത്. ഓക്കെ, ഇതേപോലെ ഇങ്ങനെ മിക്സിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ ഉള്ളിലൊക്കെ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് കഴിക്കാനൊക്കെ ആണെങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ റൈസ് ഇടാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഇനി റൈസ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ റോസ്റ്റഡ് സെസ്മി ഓയിൽ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഒരു ഫ്ലേവർ കിട്ടും. അലീന ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടാ. അലീന സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് തന്നിട്ട് റൂമിൽ കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഒക്കെ ഒതുക്കി വയ്ക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയേക്കുക. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്തിട്ട് കേട്ടോ. ഈ റൈസ് ആയിരുന്നാലും നല്ല റൈസാണ്. ഈ ജാസ്മിൻ റൈസ് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറാണ്. അത് വേണമെങ്കിൽ മുട്ട ഇടാം. ഇന്ന് രാവിലെ ഞങ്ങളെല്ലാവരും മുട്ട ഞങ്ങൾ പുഴുങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട വേണ്ടാന്ന് ചോദിച്ചിട്ട് അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി അലീന കഴിച്ചു കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് പറയട്ടെ. അലീന, അലീന ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കിക്കേ. കഴിച്ചു നോക്കിക്കേ, ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? അമ്മ അതിനകത്ത് പിന്നെ വേറെ എക്സ്ട്രാ സോസൊന്നും ഒഴിച്ചില്ലേ? പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി. പപ്പയ്ക്ക് അമ്മ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. പപ്പയ്ക്ക് നല്ല ഇഷ്ടമായി. നല്ല രുചിയായിട്ടുണ്ടല്ലേ? അതീ മട്ടിപ്പൂല്ല, സോസൊന്നും അങ്ങനെ ഒഴിച്ചിട്ടില്ല. ശരിക്കും ഫ്രൈഡ് റൈസിൽ ഒരുപാട് സോസ് ഒഴിക്കാണ്ട് എടുക്കുന്നത് ടേസ്റ്റ് അല്ലേ? ഫ്രഷ് ആയിട്ട് ഇരിക്കണല്ലേ വെജിറ്റബിൾസ്. അമ്മ തുറന്ന് വെച്ചിട്ട് മമ്മി ഇങ്ങനെ സോട്ട് ചെയ്തിട്ട് അങ്ങനെ എടുത്തതാണ് മമ്മി. മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രഷ്നെസ് പോലെ. സാധാരണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ആരും അങ്ങനെ വെജിറ്റബിൾസ് തന്നെ മൂടി വയ്ക്കില്ല. ചെറുതായിട്ട് മുരിഞ്ഞ പോലെ വരെയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി നല്ല സിമ്പിളായിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ശരിക്കും ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ ഈ ചിക്കനിലേക്ക് ഞാൻ കൊണ്ടുവന്ന് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ അതങ്ങനെ കഴിക്കാൻ വേണ്ടി അത്ര ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ അങ്ങനെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി. പിന്നെ ചിക്കനൊക്കെ ഞാൻ റെഡി ആയിട്ടിരിക്കുമ്പോൾ പിന്നെ ഫ്രൈഡ് റൈസ് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിന് വലിയ പാടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ വൈകിട്ട് ചോറിന് വേണ്ട കറികളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ വലിയ കറികളൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ എൻ്റെ അടുത്തൂടെ കുറച്ച് പടവലങ്ങ ഇരിക്കുന്നുണ്ട്. പടവലങ്ങയും പിന്നെ നമ്മുടെ പായസം വെക്കുന്ന പരിപ്പുണ്ടല്ലോ, ആ പരിപ്പൊക്കെ വെച്ചിട്ട് നമ്മളൊരു കറി ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ നമ്മൾ തേങ്ങ അരയ്ക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ കുറച്ച് ഉഴുന്ന് അതൊക്കെ കുരുമുളക് അതൊക്കെ കൂടിയിട്ട് നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തേങ്ങയും കൂടിയിട്ട് അരച്ചിട്ടാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. സാധാരണ നമ്മൾ വയ്ക്കുന്നത് നമ്മുടെ നാടൻ പടവലങ്ങ പരിപ്പ് കറീൻ്റെ ടേസ്റ്റിനേക്കാളും കുറച്ചും കൂടി ഒരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ആ കറി ഇരുന്നാലും നല്ല ടേസ്റ്റുള്ള കറിയാണിത്. അപ്പോൾ ഇനി നമുക്ക് ആ കറികൾ നമ്മൾ ഇനിയിപ്പോൾ ഉച്ചകലത്തേക്ക് നമുക്ക് ഇനിയിപ്പോൾ ചോറ് ആവശ്യമില്ല. വൈകിട്ടത്തേക്കുള്ള ഡിന്നർക്കുള്ള കറികളൊക്കെ നമുക്ക് റെഡിയാക്കാം. ഫസ്റ്റ് ഞാൻ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കട്ടെ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് നമ്മുടെ ചെറുപരിപ്പുണ്ടല്ലോ, ഈ ചെറുപരിപ്പാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ 250 ml മെഷറിംഗ് കപ്പിൽ 1/2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ. പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്കറിലേക്ക് ഇടട്ടെ. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കായം. ഇത് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറിൽ നിന്ന് ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യട്ടെ. ഞാൻ നോക്കിക്കേ, ഇപ്പം നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. പരിപ്പല്ല കേട്ടോ, നമ്മുടെ മറ്റേ ചെറുപരിപ്പ്. ഒരുപാട് അങ്ങനെ വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ പടവലങ്ങ ഉണ്ടല്ലോ, അത് ചേർക്കാണ്. ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് വെള്ളം കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഈ തീ ഓണാക്കട്ടെ. ഇനി പടവലങ്ങയും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ കിടന്നിട്ട് വെന്ത് വരട്ടെ. അതിന് നമ്മളിപ്പോൾ കുക്കർ വെയിറ്റ് ഇട്ടിട്ട് നമ്മൾ അടച്ചു വയ്ക്കണ്ട കേട്ടോ. ജസ്റ്റ് എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ടൊന്ന് മൂടി വെച്ചാൽ മതി. കാരണം പടവലങ്ങയ്ക്ക് ഒരുപാട് വേവില്ലല്ലോ. പിന്നെ കുറേ നേരം കിടന്നിട്ട് പടവലങ്ങ വെന്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രഷ്നെസ് ഒക്കെ അങ്ങോട്ട് പോയിട്ട് ഇതിൻ്റെ കളറൊക്കെ അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ പച്ചക്കറികൾ എന്തായിരുന്നാലും അതിൻ്റെ ടേസ്റ്റിനും വ്യത്യാസം വരുമല്ലോ. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്നാട്ട ചേർക്കുന്നുണ്ട്. കൂടുതൽ ചേർക്കരുത്, എത്രയ്ക്ക് ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്. പിന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, ചെറിയ ജീരകം. 2-3 നമ്മുടെ ഉണക്കമുളക്, വറ്റൽമുളക്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരണം. നമ്മുടെ ഈ ഉഴുന്ന് ചൂടായിട്ട് നന്നായിട്ട് പൊട്ടണം കേട്ടോ. ഇനി ഉഴുന്നിൻ്റെ ഒരു പച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും. അത് നോക്കിക്കേ, ഇപ്പം നമ്മുടെ ഉഴുന്നൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യട്ടെ. ഇനി നമ്മൾ ചൂടാക്കി എടുത്തേക്കണ നമ്മുടെ ഈ മിക്സിങ്ങും പിന്നെ ഒരു 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയും കൂട്ടിയിട്ട് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കണ്ട, ചെറിയ തരിതരിപ്പോട് കൂട്ടിയിട്ട് നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഈ നമ്മുടെ പടവലങ്ങ ചേർത്തിട്ട് നമ്മളത് മൂടി വെച്ചിട്ടുണ്ടായില്ലോ, എന്തായെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ പടവലങ്ങയൊക്കെയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ പടവലങ്ങയുടെ കളറൊന്നും തീരെ മാറിപ്പോയിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ കൂടിയിട്ട് അരച്ചെടുത്തേണ്ട നമ്മുടെ മിക്സിങ് ഉണ്ടല്ലോ, മിക്സിങ് ചേർക്കാണ്. ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണ്ട കേട്ടോ. ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചിട്ടെടുക്കുക. ഇനി മൂടി വയ്ക്കണ്ട കേട്ടോ. ഇനി തേങ്ങയോടെയും ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കിടുക. തേങ്ങയും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ കിടന്നിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ കടുക്, അപ്പോൾ ഈ നമ്മൾ താളിച്ചിടാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് ഞാൻ അലീനയ്ക്ക് കൊടുത്ത് വെച്ചിരുന്ന വെളിച്ചെണ്ണയായിരുന്നു, സ്റ്റീലിൻ്റെ നമ്മുടെ എന്നിട്ട് ഇതിന് പറയണേ ചോറ്റും പാത്രം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് കടുക് പൊട്ടിക്കട്ടെ. ഇച്ചിരി കൂടി കടുകിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള ഉലുവ കേട്ടോ. തേങ്ങയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പടവലങ്ങയും പരിപ്പും കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റായിട്ട് ഈ കറി. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പരിപ്പും പടവലങ്ങയും കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ചു നോട്ടിടാം. ഇതേപോലെ നിങ്ങൾ കറി വെക്കാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം. ഇത് ഭയങ്കര ചാറിലല്ല എടുക്കുന്നത്, അന്ന് ഭയങ്കര തിക്കായിട്ടല്ല എടുക്കുന്നത്. ഒരു കുഴമ്പ് പരുവത്തിൽ എടുക്കുക. നല്ല രുചിയാണ് ശരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. എന്താ ആ കുരുമുളകിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരുമ്പോഴേ നല്ല ടേസ്റ്റാണ്. പിന്നെ ഉഴുന്നായിരുന്നാലും ഞാൻ പറഞ്ഞ അത്രയ്ക്ക് ഇട്ടാൽ മതി. കുറേ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിക്ക് ഇങ്ങനെ ഭയങ്കര ഒരു കൊഴുപ്പ് പോലെ വരും. അപ്പോൾ അത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്തായാലും കഴിച്ചോട്ടെ കേട്ടോ. നല്ല രുചിയായിരിക്കും, നല്ല ടേസ്റ്റ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ക്യാബേജ് ചേർത്തിട്ട് നമ്മളൊരു ചമ്മന്തിയുടെ ഒരു റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് നല്ല രുചിയായിരുന്നു. ഞാനിവിടെ
നമ്മളത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് 2-3 ദിവസത്തേക്ക് നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോൾസാൻ്റെ അടുത്ത് ക്യാബേജ് ചമ്മന്തി അരച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ക്യാബേജൊക്കെ എടുത്ത് ചമ്മന്തി അരച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണം ആർക്കാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ. പക്ഷെ അത് ശരിക്കും തേങ്ങ ചമ്മന്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പോൾസേട്ടനും പിന്നെ നീനൊക്കെ കഴിച്ചത് നല്ല രുചി ഉണ്ടായിരുന്നു. അതാകുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് നമുക്ക് അതങ്ങനെ ചമ്മന്തിയായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈ പരിപ്പ് കറി എന്നാലും നല്ല രുചിയുണ്ട്. ആ കുരുമുളകിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ വന്നിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് കുരുമുളക് കുറേ എടുത്തിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഭയങ്കര കുത്തായിട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് രുചി ഉണ്ടാവില്ലല്ലോ. അപ്പം ഇനി ചോട്ടെ ഇന്നത്തെ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താളിപ്പിട്ടില്ലേ, താളിപ്പിടുന്ന സമയത്ത് കടലപ്പരിപ്പും കൂടിയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വറുത്തിട്ട് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്യട്ടെ. അപ്പം നമ്മുടെ കറി ഇവിടെ ഇരിക്കട്ടെ. ഈ അടുത്തത് ഞാൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ അടുത്ത് ഇതിരിക്കുന്നുണ്ട്, പച്ച പപ്പായ ഇരിക്കുന്നുണ്ട്. അത് പിന്നെ നമ്മൾ എപ്പോഴും നിങ്ങൾ എല്ലാവരും നമ്മൾ വെക്കണ പോലെ തന്നെ പപ്പായ വെച്ചിട്ട് ഒരു തോരനാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാൻ അത് റെഡിയാക്കാം. പിന്നെ വേറെ വലിയ കറികളൊന്നും ഇന്ന് ഉണ്ടാക്കണില്ല, ഇത് രണ്ടും ഉണ്ടാക്കും. പിന്നെ വൈകിട്ട് ചോറിനുന്ന സമയത്ത് ഞാൻ കുറച്ച് മുട്ട പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ കടുമാങ്ങി ഇരിക്കുന്നുണ്ട്, ആ കടുമാങ്ങിയും കൂട്ടിയിട്ട് അത്രയ്ക്ക് കറിക്ക് നമുക്ക് ആവശ്യമുണ്ടോ. ഓക്കെ, അപ്പം ഇനി ഇത് പപ്പായ ഞാനൊന്ന് റെഡിയാക്കിയിട്ടുണ്ട്. അത് ഞാൻ ചോപ്പറിൽ വെച്ചിട്ട്, ചോപ്പറല്ല ഫുഡ് പ്രോസസ്സർ, അതിനകത്ത് വെച്ചിട്ടാണ് നമ്മളത് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് നല്ല നെരുന്നിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അതിനകത്താകുമ്പോൾ പെട്ടെന്ന് കഴിയൂല. ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മാളിൽ കൊണ്ടുവന്ന് അറിയില്ലേ. ഞാൻ എന്നും പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ വരുമ്പോൾ പോവാന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ പണികൾ ഉള്ളതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഞാനും പോക്ക് ഉണ്ടാവാറില്ല, ഇവരാണ് എപ്പോഴും പോവാറുള്ളത്. അവിടെ ചെന്നിട്ട് അങ്ങനെ വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല. ഞങ്ങൾ സാധാരണ ഓൺലൈൻ വഴിയാണ് പിള്ളേരൊക്കെ ചെയ്യുന്ന ഡ്രസ്സൊക്കെ എപ്പോഴും ഓൺലൈൻ വഴി വാങ്ങാം. പിന്നെ മാളിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ കടകളിലൊക്കെ കയറി ഇറങ്ങും. എന്തെങ്കിലും നല്ല സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പിന്നെ നല്ല സൈഡിലൊക്കെ ഇട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ വാങ്ങും. അങ്ങനെ വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല. ചിലപ്പോൾ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒന്നും വാങ്ങണ്ടാന്ന് വെച്ചിട്ട് പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നല്ലതൊക്കെ ചില സമയത്ത് കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളപ്പോൾ നമുക്ക് നല്ല ഡ്രസ്സുകളൊക്കെ കിട്ടും. ചില സമയത്ത് പോയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്കൊന്നും കിട്ടില്ല. ഓക്കെ, അപ്പം ഇനി ആ കറി കൊണ്ട് റെഡി ആക്കട്ടെ കേട്ടോ. അതിനുള്ള ഫ്രൈഡ് റൈസ് ഞാനൊന്ന് കഴിച്ചോട്ടെ കേട്ടോ. അലീനെ കഴിച്ച് കഴിഞ്ഞിട്ട് പോയി തരണം. എനിക്ക് സാധാരണ ഇങ്ങനെ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സാധനങ്ങൾ അത്രയ്ക്ക് ഇഷ്ടമില്ല. എനിക്ക് സാധാരണ ചോറ് നമ്മുടെ കറികളെ കൂട്ടിയിട്ട് കഴിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഫ്രൈഡ് റൈസ് ഞാൻ കഴിക്കില്ല അതല്ല, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ചോറിന് നമ്മുടെ നാടൻ കറികൾ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് എപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം. കഴിച്ചോട്ടെ. നല്ല രുചിയായിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. നോക്കിക്ക് ഇങ്ങനെ ഒരു പീലർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് പപ്പായയൊക്കെ ഇതേപോലെ ഇങ്ങനെ തൊലിയാ തൊണ്ട നിങ്ങൾ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് കളഞ്ഞെടുക്കട്ടെ. ഇതേപോലത്തെ പീലർ വാങ്ങിച്ചാൽ മതി. ഇത് നല്ല പീലറാട്ടോ. ഇതിനെ നല്ല ഇത് കണ്ട, നല്ല ഇതുണ്ട്, നല്ല നീളമുണ്ട് ഇതിന് കണ്ട. ചിലത് ചെറുതായിരിക്കും, അത് ചിലപ്പോൾ അത്രയ്ക്ക് നല്ലതായിരിക്കില്ല. പക്ഷെ ഇത് നല്ല സൂപ്പറാണ്. ഇതല്ലെങ്കിൽ നമ്മൾ കത്തിയൊക്കെ വെച്ചിട്ട് ചെയ്ത് വരുമ്പോൾ എത്ര സമയം എടുക്കാം. ഇത് നോക്കിക്കേ, പീലർ വയ്ക്കുമ്പോൾ നല്ല പെട്ടെന്ന് പണി കഴിയും. ഇതങ്ങനെ വലിയ വില കൂടിയതൊന്നല്ല കേട്ടോ. എവിടെ നിന്ന് വാങ്ങിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇതിന് വലിയ ബ്രാൻഡുള്ള സാധനം ഒന്നല്ലത്. ഇതെടുക്കാനും നമുക്ക് കഴുകിയെടുക്കാനൊക്കെ എളുപ്പമാട്ടോ. അത് ആദ്യം എനിക്കിത് നെയ്യ് കൊണ്ടുവന്നു നിങ്ങളുടെ അടുത്ത് ഞാൻ അന്ന് കിട്ടിയപ്പോൾ കാണിക്കാനുണ്ടായിരുന്നു. അന്ന് എനിക്കിത് എടുക്കാൻ വേണ്ടിയിട്ട് തീരെ ഇഷ്ടമുണ്ടായില്ല. അപ്പോൾ നിങ്ങൾ കുറേ പേരൊക്കെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാവുന്നു. നല്ല സാധനം കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ എടുക്കില്ല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കും. ഇങ്ങനെ എല്ലാ സാധനങ്ങളും അതിനകത്തിട്ടിട്ട് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. പക്ഷെ നല്ല സാധനമാണ്, ജോലിക്ക് പോകുന്നവർക്കൊക്കെ നല്ല സൂപ്പറാണ്. കാരണം വീക്കെൻഡിലൊക്കെ ഇതേപോലെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടേ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തൊക്കെ വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിലെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കട്ട് ചെയ്ത് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുത്ത് വെക്കാമല്ലോ. ഒരു സവോളയും കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. ഒരു സവോള ഫുൾ ഇടണില്ല, സവോളയുടെ പകുതി നല്ല നിരന്നിരുന്നിനെ കട്ട് ചെയ്തിട്ട്.
ഇതിലേക്ക് നമുക്ക് തേങ്ങയും കൂടിയിട്ട് ചേർക്കാം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങയെന്ന് പറഞ്ഞില്ലേ, ആ തേങ്ങ. അപ്പോൾ അങ്ങനെ നമ്മുടെ പപ്പായ തോരനും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതൊന്നും വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കില്ലല്ലോ. ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് വേവുമല്ലോ. അല്ല, അത്യാവശ്യം നല്ല എരിവ് വയ്ക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തേങ്ങയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല രുചിയുണ്ട്. ഭയങ്കര ചെറിയ മോളല്ലേ, ക്ലേഴ്സ് അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി കടയിൽ നിന്ന്. അതിൻ്റെ ഉള്ളിലൊന്നും നമ്മൾ വീഡിയോ ഒന്നും പിടിച്ചില്ല. ഇതിന്റെ ഫോർ വാങ്ങിച്ചല്ലോ, നമ്മൾ കാണാത്തോ. ആദ്യം ഒരു ക്രാബ് മീറ്റ്, അപ്പൊ ഒരാൾ പറയുന്നത് വാങ്ങാൻ ബ്രൗൺ റൈസ്. ബ്രൗൺ റൈസ് നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ. ദിസ് ഈസ് ഈൽ ഡാൻസിങ് ഡ്രാഗൺ. ഈൽ ഇതിലും മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മള്. ഈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പാമ്പിന്റെ പോലെ ഇരിക്കുന്ന ഫിഷ് ഉണ്ടല്ലോ, ഇത് സാൽമൺ വോൾക്കനോ. കാണാത്തായിരുന്നു, കുറെ ഉണ്ടല്ലോ, നല്ല വെറൈറ്റി ഉണ്ട്. ഈലിന്റെ ഇതിലും മുമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ എന്നിട്ട് അതിന്റെ പേര് പറയണേ മലിഞ്ഞീൻ എന്ന് ഞങ്ങളുടെ സൈഡിൽ പറയണേ. ആ മീനിന്റെ ഇതാട്ടെ. ക്രാബ്. ക്രാബ് മീറ്റ് വെച്ചിട്ടുള്ള സുഷി ആട്ടത്. പിന്നെ അത് നമ്മുടെ മലിഞ്ഞീൻ, ഇതാ നമ്മുടെ നാട്ടിൽ പാമ്പിന്റെ പുറത്ത് മീനുണ്ടല്ലോ, ആ മീൻ വെച്ചിട്ടുള്ള സുഷി ഉണ്ട്. ഇത് ബ്രൗൺ റൈസിൽ എന്താ സാമൺ വെച്ചിട്ടുള്ള സുഷി. ഇത് സാമൺ സുഷി. ഞങ്ങൾക്ക് വെച്ചേക്കണ ഫിഷുകൾ എല്ലാവരും ഈ വേവിക്കാണ്ടല്ലോ സുഷിയിൽ വെക്കാൻ. എല്ലാവരും അങ്ങനത്തെ ഇതാട്ടോ, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ച കളറിലുള്ള ഒരു സോസ് ഉണ്ടാവും, വസാബി എന്ന് പറയുന്നത്. ഭയങ്കര സ്ട്രോങ് ആയിരിക്കും കേട്ടോ. നമ്മളങ്ങനെ അറിയാത്തവരങ്ങനെ പെട്ടെന്ന് കുറച്ച് കൂടുതൽ അങ്ങനെ എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇവിടെ തല കറങ്ങണ പോലെ തോന്നും. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സാധനം അത് വസാബി എന്ന് പറഞ്ഞത്. ആ സാധനം അത് എവിടെ ഇരിക്കുന്നത്, നമ്മുടെ ബ്രെയിൻ വരെ ഫ്രീസായി പോകും ഈ സാധനം. ഒരു ഉള്ളു തൊടാൻ വേണ്ടി പാടുള്ളൂ. I'm so excited. Can you bring closer?